ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ വടക്കൻ വീര. അപ്പൊ ഞാൻ പറയണേ തെറ്റി വടക്കൻ പ്രണയപർവ്വം എന്ന് പറയാൻ വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. വടക്കൻ വീര ഈ പുള്ളിയോടാണ് സീരിയസ് ആയിട്ട് പറയാൻ ഞാൻ പറയുന്നത് 10-12 വർഷം ഡാൻസ് പഠിക്കുക, പിള്ളേരെ പഠിപ്പിക്കുക ഡാൻസറായിട്ട്. എന്നിട്ട് എന്താ പിന്നെ കൊറിയോഗ്രാഫിയിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത? തൂക്കിയല്ലോ. അറിഞ്ഞില്ലല്ലോ. വിശാൽ ശിവ് പ്രഭു, ആ പേര് മാറ്റണ്ടായിരുന്നു. അല്ലേ? എന്ത് പ്രഭു ആയിരുന്നു? വിശാൽ ശിവ് പ്രഭു. പ്രഭു പേര് മാറ്റാൻ ഹേ പ്രഭു അതല്ലേ ഉദ്ദേശിച്ച? സത്യം അക്ഷയയിലാണോ ജോലി? പിന്നെ ഡയലോഗ്സ് ഒക്കെ എത്ര ഉണ്ട്, അതൊക്കെ പഠിച്ച് പറിച്ച് ഇത് പറഞ്ഞാൽ തെറ്റിച്ചില്ലേ? അപ്പൊ ആ ഡയലോഗ് ഇതിനെക്കാളും തെറ്റിച്ചു. പഠിച്ച് പറയിച്ചിരുന്ന ഉദ്ദേശിച്ചത്. അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ അമ്മ അങ്ങനെ ഇപ്പൊ നമ്മള് ഫോട്ടോ എടുക്കാൻ പോലും വിളിച്ചാൽ വരുന്ന ഒരാളായിട്ട് തോന്നില്ല. അങ്ങനെയുള്ള ആളെ എന്ത് പറഞ്ഞിട്ടാ കൺവിൻസ് ചെയ്തത് ചെയ്യാൻ? ഇത് ചെയ്ത അരി മേടിക്കാൻ പറ്റും. വലിയൊരു കൺവിൻസിങ് ഇല്ലല്ലോ. ഒരു വടക്കൻ വീരഗാഥയ്ക്കും ഒരു വടക്കൻ സെൽഫിക്കും ശേഷം മലയാളത്തിലേക്ക് ഒരു വടക്കൻ സിനിമ എങ്ങനെയുണ്ട്? ഒരു വടക്കൻ പ്രണയപർവം, ഒരു ഇൻ ആൻഡ് ഔട്ട് ക്യാമ്പസ് മൂവിയാണ് എന്നാണ് അതിന്റെ ട്രെയിലറും പാട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ ക്യാമ്പസിലുള്ള കുറച്ച് ആളുകളെ ഞാൻ ഇവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പൊ ടീം ഒരു വടക്കൻ പ്രണയപർവം, വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. അപ്പൊ സൂരജ്, ശ്രീകാന്ത്, കാർത്തിക് ആൻഡ് ജെൻസൺ, once again welcome. Thank you. ഈ പറഞ്ഞ പോലെ ഒരു ഇൻ ആൻഡ് ഔട്ട് ക്യാമ്പസ് മൂവിയാണെന്ന് എനിക്ക് ഏറെക്കുറെ കണ്ടപ്പോൾ മനസ്സിലായി. നമ്മൾ കുറെ ക്യാമ്പസ് സിനിമകൾ, പ്രേമം തൊട്ട് ഇങ്ങോട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പ്രേമിച്ചിരുന്ന കുറെ സിനിമകൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും ഇതിനുള്ളൊരു ഡിഫറൻസ് എന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ? പറ നായിക. ആൾക്കാർ മാറ്റമുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കണു. ബാക്കി നിവിൻ പോളിക്ക് പകരം ഇദ്ദേഹമാണ്. ഞാൻ പിന്നെ ആർക്ക് പകരം ശബരീഷിന് പകരം അങ്ങനെ ശബരീഷ് അതുണ്ടല്ലോ ലക്ഷോ പകരമാക്കാൻ പറ്റില്ല. അപ്പൊ ശ്രീകാന്തിനെ നമുക്ക് വെറുതെ സെപ്പറേറ്റ് പ്ലേസ് ചെയ്യാം. അതൊരു വ്യത്യാസം. ബാക്കി പറ. രണ്ടാമത്തെ വ്യത്യാസം ഇവരൊക്കെ ഉണ്ടതില്. വീണ്ടും അല്ല എന്താ ചോദിച്ചാ വ്യത്യാസം വെച്ചാ നമ്മൾ ക്യാമ്പസ് പ്രണയം, ക്യാമ്പസ് രാഷ്ട്രീയം ഒക്കെ ഉള്ള സിനിമകൾ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ മലയാളത്തിൽ ഒരുപാട്. അതിൽ നിന്നും ഒരു വടക്കൻ പ്രണയപർവം വ്യത്യസ്തമാവുന്നത് എങ്ങനെയെന്ന് ഭയങ്കര വടക്കന്റെ കഥയാണ്. വടക്കൻ കേരളത്തിന്റെ വടക്ക് ഭാഗത്ത്, തലശ്ശേരി കണ്ണൂർ ഭാഗത്തുള്ള സ്ലാങ് ഇതൊക്കെ ഈ പടത്തില് പ്രത്യേകം. പ്രണയത്തിന് ഈ പർവം എന്ന് വെച്ചാ എന്താ? അധ്യായം. ഓ ഓക്കെ, അല്ല അധ്യായം. അല്ല, മനസ്സിലായി. ഓക്കെ, സിനിമയെ കുറിച്ച് പറ. ഈ കാർത്തിക് എന്താ മിണ്ടാതിരിക്കുന്നത്? കാർത്തിക് എല്ലാരും പറയുന്നത് ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സൈലൻസർ മാറ്റി വരുന്നേ ഉള്ളൂ. പറ. ഇനി ബാക്കി കാർത്തിക് പറയട്ടോ. സിനിമയെ പറ്റി പറയാം. സിനിമ ഇപ്പൊ ഈ പറഞ്ഞതിനൊക്കെ വ്യത്യസ്തമാകുന്നത് ഇതിന്റെ കഥ കൊണ്ടും ഇതിന്റെ മേക്കിംഗ് കൊണ്ടും പുതിയ ഒരു കാര്യമാണ്. പിന്നെ ഇതിപ്പം ഇതില് മെജോറിറ്റി പോർഷൻസും വരുന്നത് ഇപ്പം നടക്കുന്നതല്ല. ഒരു 2013 ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന കഥയായിട്ടാണ് ഇത് കാണിക്കുന്നത്. പ്രസന്റും വരുന്നുണ്ട്, എന്നാൽ പോലും കൂടുതലും അങ്ങനെ ആ ഒരു ഇതാണ്. പിന്നെ എന്താ പറയാ, ഒരു കുറെ നാൾക്ക് ശേഷമാണ് ക്യാമ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കഥ വരുന്നതും അവിടുത്തെ പ്രണയം ഇതൊക്കെ ഒരു വിഷയമാണ്. അതെ, പ്രത്യേകിച്ച് പൊളിറ്റിക്സ്, നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ അതിലൊക്കെ പറയുന്ന പോലുള്ള, അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കുറെ നാൾക്ക് ശേഷമാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു പുതുമ ഉണ്ട്. ഇനി നായകൻ കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞേ, ഇതുപോലെ കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞ നായകനൊക്കെ അല്ലേ? പറ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ വടക്കൻ വീര. അപ്പൊ ഞാൻ പറയണേ തെറ്റി വടക്കൻ പ്രണയപർവ്വം എന്ന് പറയാൻ വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. വടക്കൻ വീര. ഈ പുള്ളിയോടാണ് സീരിയസ് ആയിട്ട് പറയാൻ ഞാൻ പറയുന്നത്. ആള് മാറിപ്പോ. എന്നാ ശ്രീകാന്ത് പറ. എനിക്ക് തന്നെ പൊളിറ്റിക്സ് അങ്ങനെ പടങ്ങൾ ഇപ്പൊ കുറവാണല്ലോ കുറച്ചാളായിട്ട് വന്നിട്ട്. പിന്നെ കഥ ഇവിടെ പറയാൻ പറ്റത്തില്ലല്ലോ, അത് പറ്റില്ല. അതൊരു പ്രത്യേകത. ഇല്ല, ഞാൻ ധൈര്യമായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു പഴയ കാലഘട്ടം ഒക്കെ നമ്മളെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ആണില്ലേ, അപ്പൊ അതുപോലൊരു അങ്ങനെ ഒരു 10 വർഷം മുന്നേ ഉള്ള കഥയാണ് ഇപ്പൊ കാണിക്കുന്നത്. പ്രസന്റ് ഉണ്ട് കുറച്ച്. അതെ, ഒരു 10 വർഷം മുന്നോട്ട് പോകുമ്പോ നിങ്ങൾ രണ്ടുപേരും പക്ക യൂട്യൂബേഴ്സ് ആണല്ലോ. അതായത് ഇപ്പൊ എവിടെ നോക്കിയാലും ഒരു അല്ലേ? ഇദ്ദേഹമാണ്, ഞാനല്ലായിരുന്നു. 10 വർഷമായിട്ടില്ലേ? ഇല്ലില്ല, ഞാൻ കുറച്ച് വർഷങ്ങളായതേ ഉള്ളൂ. ഞാൻ ഗൾഫിലായിരുന്നു ആ സമയത്തൊക്കെ. ശരിയാ.
ശരിയാ. എത്രാമത്തെ വയസ്സിൽ ഗൾഫിൽ പോയിരുന്നു? 21ാമത്തെ വയസ്സിൽ. എന്നിട്ട് എത്ര വർഷം നിന്ന്? 7-8 വർഷം. ഞാൻ വന്നിട്ട് കുറച്ച് വർഷമായി. ഞാൻ അപ്പൊ ശരിക്കും യൂട്യൂബ് തുടങ്ങിയിട്ട് എത്ര കാലായി? ഞാൻ 2020 യൂട്യൂബ് തുടങ്ങിയത്. ഓ നൈസ് കേട്ടോ. പക്ഷെ അപ്പൊ ഗുഡ് ജോബ് കേട്ടോ. കാരണം കുറെ കാലങ്ങളായിട്ടുള്ള ഒരു വെറ്ററൻ യൂട്യൂബറിന്റെ ഫീലാണ്. ഒരുപാട് ആളുകൾ ഇപ്പൊ സ്വന്തമായിട്ടൊരു അറ്റ്ലീസ്റ്റ് ഒരു സൈഡ് ഇൻകം, മെയിൻ ഇൻകം അല്ലെങ്കിലും സ്വന്തം സൈഡ് ഇൻകം എന്നുള്ള രീതിയിലെങ്കിലും സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങുന്ന കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി യൂട്യൂബിനെ കുറിച്ച് ഞങ്ങൾക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ ഈ വെറ്ററൻ യൂട്യൂബേഴ്സിന് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കാർത്തിക് ആ ഫീൽഡിൽ സീനിയർ എന്ന രീതിയിൽ അടൂർ ബാസി പറ. എന്നിട്ട് ശങ്കരാടിയോട് ചോദിക്കാം. യൂട്യൂബിനെ കുറിച്ച് ആളുകൾക്ക് അറിയാത്ത എന്താണ്? അതാ ഞാൻ ചോദിച്ചേ, അറിയാത്ത എന്താണ്? അതെ, യൂട്യൂബ്. പിന്നെ ആകെ അറിയാത്ത ഞങ്ങളുടെയൊക്കെ പാസ്വേഡ് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, അതേ ഉള്ളൂ. അല്ലാതെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് ഭയങ്കര ക്യാഷ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പൊ ഇച്ചിരി കുറവാണ്. ഇപ്പൊ ഇച്ചിരി കുറവാണ്. പിന്നെ ക്രിയേറ്റേഴ്സ് കൂടി വന്നു. പിന്നെ ആളുകൾക്ക് ഈ ലോങ് വീഡിയോസ് ഒന്നും കാണാൻ താല്പര്യമില്ല. ഇപ്പൊ ലോങ് വീഡിയോസിനാണ് കൂടുതൽ പൈസ കിട്ടുന്നത്. ഇപ്പൊ എല്ലാരും ഈ റീല് അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോയി. ഇപ്പൊ ഫുൾ വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് ഇല്ല. അങ്ങനെ ഒരു ഇതാണ് വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ കുറച്ചായേ ഉള്ളൂ. പുള്ളിക്കാരൻ ഗൾഫിൽ ഇരുന്ന പുള്ളിക്കാരന്റെ വീഡിയോസ് കാണുമായിരുന്നു. അപ്പൊ എന്നെക്കാളും മുന്നേ ഒക്കെ തുടങ്ങിയത് പുള്ളിയാണ്. തീർച്ചയായിട്ടും പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഇപ്പം നേരത്തെ ഇപ്പൊ കൂടുതലും ഫേസ്ബുക്കിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടായിരുന്നു. അത് പക്ഷേ ഇപ്പൊ ഭയങ്കരമായിട്ട് അത് പകുതിയിൽ താഴെയായിട്ടൊക്കെ നല്ലതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ തന്നെ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഒരു എണ്ണം നല്ലതായിട്ട് കൂടിയിട്ടുണ്ടല്ലോ. അപ്പം പിന്നെ കൂടുതലും ആളുകൾ ഇപ്പോൾ നമ്മൾ യൂട്യൂബ് കാര്യങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പൊ അതിൽ വലിയ ലെങ്ത് വീഡിയോസ് ഇടുക, അതിൽ ഏണിങ്സ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇതൊക്കെയാണ്. ഇപ്പം ഇദ്ദേഹം പറഞ്ഞതിൻ്റെ തൊട്ട് കൂടുതൽ ആൾക്കാരും റീൽസ് ഇതൊക്കെയാണ്. അപ്പൊ അതിൽ വലിയ എനിക്ക് തോന്നുന്നില്ല ഒരു റീൽ ഇട്ട് അതിനൊരു 1 മില്യൺ അടിച്ചാലും നമുക്ക് അത്ര ഏണിങ്സ് കിട്ടാറില്ല. പിന്നെ നമുക്കൊരു റീച്ചിന് വേണ്ടിയിട്ടാണ് ആളുകൾ കൂടുതലും. അത് കണ്ടിട്ട് യൂട്യൂബിലേക്ക് ആള് വരാനാണ്. അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ചെറിയ ക്ലിപ്പുകൾ ഇൻസ്റ്റയിൽ ഇടാറുണ്ട്. അങ്ങനെ എല്ലായിടത്തും ഷോർട്സ് ആണ്. ഇപ്പൊ യൂട്യൂബ് ഷോർട്സ് ആണ് കുറച്ചുകൂടെ വർക്ക് ആവുന്നത്. അന്നേരം ഇപ്പൊ അവരെന്ത് ചെയ്തു, പുതിയ ഒരു അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ഈ പോർട്രേറ്റ് ആയിട്ട് ഇടുന്ന വീഡിയോ ഒക്കെ ഇപ്പം ഷോർട്സിലാണ് പോകുന്നത്. അതൊരു 2:55 ഉണ്ടെങ്കിലും മിനിറ്റ് ഉണ്ടെങ്കിലും അതിപ്പോ ഷോർട്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് വരുമാനവും കുറവായിരിക്കും. മിനിമം 3 മിനിറ്റ് എങ്കിലും വേണം. എന്നാലേ ഒരു ലോങ് വീഡിയോ ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ. ക്ലാസ്സോ യൂട്യൂബിന്റെ ക്ലാസ്? അതെ, അതല്ലേ പുള്ളിക്കാരി ചോദിച്ചത്. പിന്നെ ക്രിയേറ്റേഴ്സിന്റെ എണ്ണം കൂടി. ഞാൻ വരുന്ന കുറച്ച് കുറവായിരുന്നു, ഇത്ര ഇല്ലായിരുന്ന ആളുകൾ. പിന്നെ റീൽസ് അങ്ങനത്തെ പരിപാടികൾ വന്നു. ഇത് കഴിഞ്ഞിട്ട് യൂട്യൂബ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പൊ കറക്റ്റ് ഇപ്പൊ ചോദിച്ച യൂട്യൂബിലല്ലേ ഇടുന്നത്? അതാണ് എനിക്ക് മനസ്സിലായി. എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവരൊക്കെ തുടങ്ങി, ഞാൻ തുടങ്ങിയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. ഞാനൊരു സാമൂഹ്യ സേവനം സത്യമായിട്ട് ഞങ്ങളൊരു സാമൂഹ്യ സേവനം എന്ന നിലയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നായകനോട് ചോദിക്കട്ടെ. നായകനായിട്ട് 2ാമത്തെ സിനിമ അല്ലെ? മൊത്തം 3 മൂവീസ് അല്ലേ ചെയ്തിട്ടില്ലേ? അല്ല, 4, 5. അത് ഇറങ്ങിയില്ല. ഇറങ്ങിയത് 3 ഇറങ്ങിയത് 2 ഹീറോ ആയിട്ട് 2 മൂവി. ഇത് 2ാമത്തെ മൂവി. അപ്പൊ ഹൃദയത്തിലുണ്ട് ചെറിയൊരു. ഓക്കെ, ശരി. എന്നാ നായകന്റെ ഇതില് റോളിനെ കുറിച്ച് പറയും. ഇതില് എന്താ പറയാ, നമ്മൾക്ക് ഈ 2 സിനിമ വെച്ച് കമ്പയർ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യമുണ്ടല്ലോ. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് കുറച്ചുകൂടെ കഴിഞ്ഞാൽ കോളേജ് ക്യാമ്പസ് മൂവി ചെയ്യാൻ പറ്റില്ലല്ലോ, പ്രായം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ. അതുകൊണ്ട് ചെയ്യാൻ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒന്ന് നമുക്ക് ഈ ക്ലാസ്മേറ്റ് സിനിമയിൽ ഉള്ള ഒരുപാട് സീൻസ് പോലുള്ള കാര്യങ്ങൾ അല്ലെ, പൃഥ്വിരാജൊക്കെ ചെയ്തു വെച്ച സാധനങ്ങൾ പോലെ ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതുപോലെയൊക്കെ തോന്നുന്ന ക്യാരക്ടർ എനിക്ക് ഇതിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഒരു 3 മോഡുലേഷൻ ലുക്ക്, എല്ലാത്തിലും ചേഞ്ചസ് ഉണ്ട്. പിന്നെ രാഷ്ട്രീയം, പ്രത്യേകിച്ച് കണ്ണൂർ പല പല സമയങ്ങളാണോ പറയുന്നത്? ഒരേ ടൈമിൽ തന്നെ 2 ചേഞ്ചസ് ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷമുള്ള പിന്നെ ഒരു ചേഞ്ച്. പക്ഷെ രാഷ്ട്രീയമുണ്ട്, കോമഡി ആയിട്ടുള്ള ഒരു പോർഷൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ള കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റുള്ള സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് സന്തോഷം തോന്നുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. പിന്നെ ഡയലോഗ്സൊക്കെ എത്ര ഉണ്ട്, അതൊക്കെ പഠിച്ച് പറിച്ച് ഇത് പറഞ്ഞാൽ തെറ്റിച്ചില്ലേ? അപ്പൊ ആ ഡയലോഗ് ഇതിനേക്കാളും തെറ്റിച്ചു. പഠിച്ച് പറയിച്ചു ഉദ്ദേശിച്ച് പഠിച്ച് പറയിച്ച് അല്ല പറഞ്ഞു. അതെ, അതൊക്കെ അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. അതൊക്കെ ചെയ്തു, ഞാൻ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. കാരണം ഈ രാഷ്ട്രീയത്തിന്റെ വാക്കുകളൊക്കെ ഇല്ലേ, വായി കൊള്ളാത്ത വാക്കുകൾ വരും. നമ്മളിപ്പോ കോളേജിലെ ഒരു എന്താ പറയാ, ആ ഒരു ക്യാമ്പസിൽ ഒരു രാഷ്ട്രീയമൊക്കെ വരുമ്പം പറയുന്ന വേർഡ്സ് ഇതൊക്കെ പഠിച്ച് നമുക്ക് പറയുമ്പം
തെറ്റിപ്പോകുന്ന പല വാക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ പഠിച്ച് പറഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് അല്ലേ? ഇപ്പൊ സിനിമയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പൊ യൂഷ്വലി നമ്മളിപ്പോ യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് ഇപ്പൊ സീരിയൽ പോലെ സീരിയലിലൊക്കെ റോളുകൾ ചാൻസുകൾ വന്നു കഴിഞ്ഞാൽ സിനിമ പ്ലാൻ ആയിട്ട് അല്ലെങ്കിൽ ആഗ്രഹമായിട്ടിരിക്കുന്ന ആളുകൾ പറയില്ല ഇതിൽ നിന്നും അതിലേക്ക് പോകാൻ പാടാണ്, ഫ്രം സീരിയൽ ടു സിനിമ ഇസ് നിയർലി ഇമ്പോസിബിൾ എന്ന് പറയും. അങ്ങനെ പറയുന്ന ആളുകളോട് എന്താ പറയാ ഇപ്പോ അങ്ങനെ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ? ഞാൻ ഏറ്റവും വലിയ തെളിവാണല്ലോ. കാരണം ചാൻസ് കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഒന്നാമത് സീരിയലിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടും ഇപ്പോഴും ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ട് കഴിഞ്ഞ പടം ഷാജുൻ കരിയൽ സാറിൻ്റെ പടത്തിൽ ഹീറോ ആയിട്ട് വരാൻ പറ്റി. ഹൃദയത്തിൽ ചെറിയൊരു ചെയ്യാൻ പറ്റിയത് വലിയ കാര്യമായിട്ടുണ്ട് എനിക്ക്. കാരണം അപ്പോൾ ഇത് രണ്ടാമത്തെ സിനിമ വന്ന് ഇപ്പം 3-4 സിനിമ ചെയ്തു, ഇനിയിപ്പം ഒരു സിനിമ ഷൂട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഹിറ്റ് സംഭവിക്കണം എപ്പോഴെങ്കിലും ഒരു ദിവസം. അത് ഏതെങ്കിലും ഒരു വലിയ പടത്തിൻ്റെ ചെറിയ ഭാഗമായിട്ടാണെങ്കിൽ ഹിറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ പണ്ട് സീരിയൽ ഹിറ്റ് ഉണ്ടായിരുന്നു, ആ ഹിറ്റ് പോലെ സിനിമയിൽ സംഭവിച്ചാൽ തീരുന്ന പ്രശ്നം എനിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് തളർച്ച പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എത്രയായാലും ഒരു ദിവസം സംഭവിക്കുന്ന വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇതിപ്പോ ഈ ആദ്യം മെൻഷൻ ചെയ്ത ബുദ്ധിമുട്ടുകളില്ലേ, ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്, അതെന്താ? അത് സീരിയലിൽ നിന്ന് വരുമ്പം സാധാരണ സീരിയലിലെ ഫേസിന് തിയേറ്ററിൽ കാണുമ്പം അവർ പറയുന്ന പണ്ട് ഒരു ക്യാരക്ടർ, ഞാൻ ഒരു വർഷം ഒരു സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്, 172 എപ്പിസോഡ് അഭിനയിച്ചു. അപ്പോഴേക്കും ആ സീരിയൽ നല്ല രീതിയിൽ പോയി. പക്ഷെ ആ ചില സീരിയൽ 4 വർഷമൊക്കെ പോകും, 3 വർഷമൊക്കെ. അപ്പം ചില ആളുടെ മനസ്സിൽ ആ ക്യാരക്ടർ പിടിക്കും. അയാൾ പിന്നെ വേറെ എന്തെങ്കിലും നെഗറ്റീവ് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ചിലപ്പം അത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം ആ പ്രശ്നം എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഞാൻ ആ സമയത്ത് പഠിക്കുകയായിരുന്നു സിനിമയെക്കുറിച്ച്. കാരണം ഡയലോഗ്സൊക്കെ പ്രോംപ്റ്റിങ് ഒഴിവാക്കി സ്വന്തമായിട്ട് പറയാനൊക്കെ ശ്രമിച്ചിട്ട് അങ്ങനെ എനിക്കൊരു ക്ലാസ് ആയിരുന്നു ഒരു വർഷം. അതിനുശേഷം പിന്നെ സിനിമ ചെയ്യുമ്പോൾ വലിയ ഡയലോഗ് വരുമ്പോൾ ഒരു വിഷയമായിരുന്നില്ല എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഒരു വലിയ പ്രശ്നം. കാരണം എല്ലാവർക്കും ഡയലോഗ് പ്രസന്റ് ചെയ്യാനല്ലേ ബുദ്ധിമുട്ട്, എനിക്ക് വലിയ ഡയലോഗ് വലിയ വിഷയമല്ല. കാരണം പിന്നെ എനിക്ക് സിനിമയിലേക്ക് എൻട്രി ചെയ്ത സമയത്ത് എനിക്ക് ക്യാമറ അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം കുറച്ച് പഠിച്ചു, ഒരു ക്ലാസ്സിന് പോയ ഫീൽ ഉണ്ടാവില്ല, ഒരു 1 ഇയർ അത് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സീരിയൽ ആക്ടിംഗ് എന്ന് പറയുന്നതും സിനിമ ആക്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്യില്ല. ആരും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇനി പറയായിരിക്കും, കണ്ടിട്ട് ബാക്കി പറയാം. ഇനി പറയായിരിക്കും, കണ്ടിട്ട് ബാക്കി ഞങ്ങൾ എന്തായാലും പറയും. ജെൻസൺ, സാജൻ ജോസഫ് ആലിക്ക എന്നൊക്കെ പറയുന്ന പോലെ ജെൻസൺ ആലപ്പാട്ടിന് ആലപ്പാട് ജ്വല്ലേഴ്സുമായി എന്തെങ്കിലും ബന്ധം? ഇല്ലേ, ഈ നിങ്ങൾ 4 ആളുകളും ആക്ച്വലി സിനിമ എന്ന് പറയുന്നത് ഭയങ്കര മോഹമായി കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അങ്ങനെ ആഗ്രഹിച്ചു വന്നിട്ടില്ല. ഇപ്പൊ ജെൻസന്റെ കേസിൽ ജെൻസൺ ജോലി ഉപേക്ഷിച്ച് സിനിമയ്ക്ക് വേണ്ടി എത്ര ഓഡീഷൻസ്? 2500 ഓഡീഷൻസ്. 2500 ഓഡീഷൻസ് ഒരാൾ അറ്റൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ നമ്മള്, അതായത് ഒരു 10 എണ്ണത്തിൽ കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കര ഡെസ്പായി പോകുന്ന ആളുകളാണ് അല്ലെ, പെട്ടെന്ന് ഡെസ്പറേറ്റ് ആവുമല്ലോ നമ്മൾ. ഇപ്പൊ ഞാൻ പേഴ്സണലി ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയത് നമ്മൾ ഭയങ്കര പെട്ടെന്ന് നമുക്ക് നെഗറ്റീവ് അടിക്കില്ലേ, അങ്ങനെയുള്ള സ്ഥാനത്ത് 2500 ഓഡീഷൻസ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് ആക്ച്വലി എ ബിഗ് ഡീൽ. അതൊരു കയ്യടി വേണ്ട സാധനമാണ്. എങ്ങനെയായിരുന്നു പിന്നെ ഈ 2500 കഴിഞ്ഞിട്ട് പിന്നത്തെ ഒരു എൻട്രി ഉണ്ടല്ലോ, അതെങ്ങനെയാ കിട്ടിയ? അതായത് ക്യൂൻ പടമായിരുന്നു എന്റെ ഫസ്റ്റ് ഇത്. ആ ക്യൂൻ പടം സെലക്ട് ആവണേട്ടിലും മുന്നേ 2 വലിയ പടത്തിന്റെ സെലക്ഷൻ കഴിഞ്ഞ് കോസ്റ്റ്യൂമിന്റെ അളവെടുത്ത് ഡേറ്റും പറഞ്ഞ് വലിയ പടം, ഞാൻ പടം ഇതൊന്നും പറയുന്നില്ല, ലാസ്റ്റ് തലേദിവസം ജൻസ ക്യാരക്ടർ ചെറിയൊരു സാധനമാണ് വന്ന് ചെയ്യാൻ പറ്റുമോ, ശരി എന്ന് പറഞ്ഞു. വേറൊരു പടത്തിന്റെ വേറെ ഇഷ്യൂസ് കാരണം അതും പോയി. അപ്പൊ ഞാൻ ഭയങ്കര, നമ്മളെപ്പോഴും അത് നെഗറ്റീവ് ആവുക എല്ലാവർക്കും ബേസിക് നമുക്ക് മാത്രം എന്തെങ്കിലും സംഭവം. ഞാൻ ആലോചിച്ചത് ഇത്ര അധികം കൊല്ലെടുത്തിട്ട് വരാത്ത വലിയ പടത്തിലേക്ക് എന്നെ സെലക്ട് ചെയ്യാൻ അവർ തീരുമാനിച്ചു. അപ്പോ എന്റെ അടുത്തേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് ഇത്. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ച സമയത്ത്. അത് കഴിഞ്ഞിട്ട് ക്യൂന്റെ ഓഡിഷൻ വരുന്നു, ഫുള്ള് പുതിയ ആൾക്കാര്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ 2 പടത്തിൽ വന്നിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോ ക്യൂന്റെ ഓഡിഷൻ വരാനും പിടിക്കാനും പറ്റിയിരുന്നില്ല. പക്ഷെ ക്യൂന്റെ ഓഡിഷൻ വന്നപ്പോഴാണ് ആ ക്യാരക്ടർ എന്നെ രജിസ്റ്റർ ആയിട്ട് ഇപ്പോഴും എന്റെ പേര് പലർക്കും അറിയില്ല, മാടപ്രാവ് എന്നാണ് ഇപ്പോഴും വിളിക്കുക. അതായത് ആ പടത്തെ നമുക്ക് ദൈവം നമുക്ക് മാറ്റി വെച്ചിട്ടുള്ളത് അതായിരുന്നു. നമുക്ക് പോലും അറിയില്ല പുതിയ ആൾക്കാർ ആ പടം അത്ര ഹിറ്റ് ആവുന്നു അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് അറിയില്ല. പക്ഷെ അത് സംഭവിച്ചു. അതായത് പറഞ്ഞു നമുക്ക് ഞാനൊരു 10 വർഷം ഓഡീഷന് പോയിട്ടുണ്ട്. 10 വർഷം ഓഡീഷന് പോകുമ്പോൾ അതായത് 1000 ഓഡീഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു 10 നല്ലതുണ്ടാവുള്ളൂ. ഈ 10 നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞത് കട്ട് ചെയ്ത് അവസാനവും പിന്നെ ഒരെണ്ണൊക്കെയാണ് കിട്ടുക. അതങ്ങനെയാണ് അതിന്റെ സംഭവം. നമുക്ക് ആരും കുറ്റം പറയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് മുന്നിൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ആരും അറിയില്ല സിനിമാക്കാരൻ്റെ. നാടകത്തിന്റെ പൈസ ആയിരുന്നു എനിക്ക്. അപ്പൊ തൃശ്ശൂർ നാടകം പരിപാടികളായിരുന്നു. അപ്പൊ അതൊന്നും നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ വേറെ പൈസ ഒന്നും ഇല്ല, നമുക്ക് ആരും അറിയില്ല. അപ്പൊ ഓഡീഷന് പോവാ, നമുക്കൊരു ദൈവം നമുക്കൊരു കഴിവ് തന്നെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്.
അപ്പൊ നമ്മുടെ ആ കഴിവ് കാണിക്കാൻ എങ്ങനെ പറ്റുന്നു അതിങ്ങനെ പോയി കാണിച്ചുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ ദിവസം വരും എന്നുള്ള കൺസെപ്റ്റിൽ പോയി. അങ്ങനെയാണ് ഫസ്റ്റ് പടം ക്യൂൺ സെലക്ട് ആവുന്നതും. ക്യൂണിന്റെ ഓഡീഷൻ എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ വലിഞ്ഞു കയറി പോയതാ. എന്റെ കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞു, ഒലിമൽ എന്ന് വന്നിട്ട് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു, അവൻ പറഞ്ഞു ഇവിടെ അങ്ങനെ ക്യൂണിന്റെ ഓഡീഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഇത് അയച്ചു കൊടുത്തിരുന്നു, പക്ഷെ ലാസ്റ്റ് ദിവസം ഞാൻ അയച്ചു കൊടുത്തു. അപ്പൊ അവർ കണ്ടിട്ടില്ല അത്. എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇടാ അത് നീ വിളിച്ചു നോക്കുന്നതിന്റെ ആ നമ്പർ വന്നു. നമ്പർ വിളിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ വരാൻ പറ്റില്ല, അങ്ങനെ പറ്റില്ല, പേരില്ലല്ലോ. ഞാൻ ചേട്ടാ പ്ലീസ് ചേട്ടാ എന്താ കേട്ടോ ഒരു ഓഡീഷൻ പങ്കെടുക്കാൻ. കുറെ കാലം പിടിച്ചപ്പോൾ ആളുടെ പേഴ്സണൽ നമ്പർ വന്നു. സിബി എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറാണ്. പേഴ്സണൽ നമ്പർ വന്നു, നീ വിളിക്കും ഉച്ചയ്ക്ക് ശേഷം വിളിക്കുന്നതാണ്. ഞാൻ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞു. കൂട്ടുകാരൻ പറഞ്ഞു നമ്മളൊക്കെ എത്ര ഓഡീഷൻ വിളിക്കാത്ത ഓഡീഷന് പോകണ്ടാ, ഒരു കാര്യം ഞാൻ ലൊക്കേഷൻ അയച്ചാൽ നീ പൊക്കോന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ എൻ്റെ ഉള്ള കയ്യിലുള്ള കാശ് എടുത്ത് അന്ന് പണ്ടോട്ട് ഞാൻ ഓഡീഷനൊക്കെ ബൈക്കുമേ പോവുക. ഉള്ള കാശ് 10-200 പെട്രോൾ അടിച്ച് ഓഡീഷന് ഇവിടെ ചെന്നപ്പോൾ പറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഫുള്ളായിട്ട്. വരി നിന്നപ്പോ എല്ലാവരും ഞാൻ അങ്ങനെ വരിയിൽ പോയി നിന്നപ്പോ എല്ലാവരും ഇവര് ചോദിക്കുന്നുണ്ട് പേരെന്താ നമ്പർ എന്താന്ന്. പിന്നെ ഈ നമ്പറിലാണ് ഇവര് രജിസ്റ്റർ കിടക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ഒരു നമ്പർ പറഞ്ഞു, ഇല്ലല്ലോ ഇതില്. അടുത്ത നമ്പർ പറഞ്ഞു, എനിക്ക് 3 നമ്പറിലാണ്. അടുത്ത നമ്പർ പറഞ്ഞു, ഇല്ലല്ലോ. ചേട്ടാ വേറൊരു നമ്പർ കൂടി ഉണ്ട്, ഇതില്ലല്ലോ. ചേട്ടാ ഇങ്ങനെ സിബി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരാൻ പറഞ്ഞു, തൊട്ടപ്പുറത്തിരിക്കുന്നു, എനിക്കറിയില്ല ആളെന്ന്. ഞാൻ എപ്പോ വരാൻ പറഞ്ഞു, ചേട്ടാ നമ്പർ വന്നിരുന്നില്ല ചോദിച്ചു. തന്നോട് വരാൻ പറഞ്ഞു, എനിക്ക് ഉച്ചയ്ക്ക് വിളിക്കാനല്ലേ പറഞ്ഞു. അല്ലേട്ടാ പോലീസ് ഞാൻ കുറെ റിക്വസ്റ്റ്. അപ്പൊ ആള് പറഞ്ഞു ഓക്കെ ഒരു കാര്യം ചെയ്യുക, അവന് ഇത് കൊടുക്കുന്നു പറഞ്ഞു. ടാഗ് തന്നു. ബാക്കി എല്ലാവർക്കും മറ്റേ കാർഡൊക്കെ ഉണ്ടായിരുന്നു, എനിക്കൊരു ടാഗ് മാത്രം തന്നു. ലാസ്റ്റ് പങ്കെടുത്തോളാൻ പറഞ്ഞു. ഇത് ഒരു കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് 12 മണിക്ക് അവിടെ എത്തിയിട്ട് ഞാൻ പങ്കെടുക്കുന്നത് 6 മണിക്കാണ് ഓഡിഷൻ ചെയ്തു. അവർ ഒരെണ്ണം ചെയ്തു, 2 ചെയ്തു. സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടായിരുന്നു, പിന്നെ എഡിറ്റർ ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസർ വൈഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 5-6 പേരൊക്കെ ഉണ്ടായിരുന്നു. ഓരോന്ന് ചെയ്യിപ്പിച്ച് ഇങ്ങോട്ട് 5-6 ചെയ്യിപ്പിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ജെൻസ വിളിക്കാട്ടാന്ന് പറഞ്ഞു. പ്രൊഡ്യൂസറുടെ വൈഫ് പറഞ്ഞു വിളിക്കാന്നല്ല വിളിക്കും എന്ന് പറഞ്ഞു. എനിക്ക് എന്തോ ഒരു പ്ലസ് പോയിന്റ് തോന്നി. രുചി കഴിഞ്ഞ് പോയി. പിന്നെ ഒരു മാസത്തോളം വീണ്ടും ഓഡിഷനുകളായിട്ട് അങ്ങനെ ഒരു 6-7 ഓഡിഷൻ ഉണ്ടായിരുന്നു അതിൽ. പിന്നെ എല്ലാവരും പിന്നെ നമുക്ക് അതിലൊരു പ്ലസ് പോയിന്റ് വന്നു. ഇവര് ആ സമയത്ത് പറഞ്ഞിരുന്നു ഈ ഓഡിഷനിൽ വന്ന അല്ലാത്തൊരാളിനെ ഈ സിനിമയിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ വന്ന് തല്ലാം എന്ന് അതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും റൈറ്റേഴ്സും ഒക്കെ പറഞ്ഞു. കാരണം അവർ ഉദ്ദേശിച്ചത് പുതിയ ആൾക്കാരിനെ എടുക്കുള്ളൂ, ഓഡിഷന് വന്ന ആൾക്കാരിനെ എടുക്കുള്ളൂ, ഒരു കെയർ ഓഫിൽ ഒരാളിനെ എടുക്കില്ല. പല സ്ഥലത്ത് അങ്ങനെ സംഭവിക്കാണ്ട്, അങ്ങനെ എടുക്കില്ല എന്ന് വരും. അപ്പൊ നമുക്കൊരു പ്രതീക്ഷയായി എന്തായാലും നമുക്ക് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു. പിന്നൊക്കെ പറഞ്ഞ ചരിത്രം അങ്ങനെ സംഗതിയായി മാറി. തീർച്ചയായിട്ടും. ഇതിലേക്ക് കോൾ വന്നത് എങ്ങനെയാ? ഇതിന്റെ ഡയറക്ടറിൽ ഒരാൾ ഋഷി എന്ന് പറഞ്ഞിട്ട് അവൻ പണ്ടോട്ടെ ഞങ്ങൾ ഓഡീഷന് മുമ്പുള്ള ഒരു ബന്ധമാണ്. അവൻ ക്യാമറ എടുക്കാൻ വരുന്നു. ഋഷി ക്യാമറ എടുക്കാൻ വരുന്ന സമയത്ത് അവൻ എന്നെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയും താൻ രക്ഷപ്പെടും, എന്തെങ്കിലും ഒരു ദിവസം രക്ഷപ്പെടും. ഞാൻ ഏത് ഓഡീഷൻ ഞാൻ പോവുമല്ലോ, കുട്ടികളുടെ ഓഡീഷൻ വന്നു, കുട്ടികൾക്ക് മാത്രം സെലക്ഷൻ ഉള്ളൂ. അവിടെ അല്ല ഞാൻ അവിടെ കയറി പോയി. അല്ല മൈൻഡ് എന്ന് പറഞ്ഞാലേ കുട്ടികളുടെ ഓഡീഷൻ ആയിരിക്കും, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ ഏതെങ്കിലും ഒരു ക്യാമറമാൻ ആരെങ്കിലും ഇരിക്കും, നമ്മുടെ ഒരു അഭിനയം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തോന്നുകയാണല്ലോ എന്തെങ്കിലും ചെറുതിന് കൊടുപ്പിക്കാം, ആ ഒരു മൈൻഡാണ്. ഞാൻ അതിൽ പോയിട്ട് എൻ്റെ അടുത്ത് സാധനം ചെയ്യാൻ പറഞ്ഞു, ഞാനത് ചെയ്തു, ഞാൻ ഇറങ്ങിപ്പോന്നു. അപ്പൊ അന്ന് അവൻ പറഞ്ഞു താൻ എന്തെങ്കിലും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ ഡയറക്ഷൻ ചെയ്യാൻ പോയപ്പോ എന്നെ വിളിച്ചു, അളയാ അങ്ങനെ ഒരു സംഗതി ഉണ്ട്, ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. ശരി വിളിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു അളയാ ഇതെന്ത് കഥ എന്ന് പറഞ്ഞാൽ നിനക്ക് ഒരു പ്രണയം നോക്കടാ എത്ര ദിവസം പറഞ്ഞു. ഓക്കെ അല്ല കഥ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അല്ല ഞാൻ പ്രണയം
എനിക്കിതുവരെ ആരും പ്രണയം തന്നിട്ടില്ല, എത്ര വരെ ചെയ്തിട്ട്. അപ്പൊ ഓക്കെ പ്രണയം തന്നിട്ട് നീ വേറെ ഒന്നും പറഞ്ഞു, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് എന്റെ പ്രണയം തന്നിട്ടുള്ള ഒരു പടാണത്. അപ്പൊ ഇത് ശരിക്കും താങ്കൾക്ക് ഒരു പ്രണയ പർവ്വമാണ്. അതെ തീർച്ചയായിട്ടും, അതാ പറഞ്ഞത് പ്രണയത്തിന്റെ എല്ലാം ഉള്ളവരെ എനിക്ക് ഫസ്റ്റ് പ്രണയമായിരുന്നു ഇത്. പ്രണയമുണ്ട്, അങ്ങനെ പോട്ടെ. ഇനി പ്രണയവും ഫൈറ്റും ഒക്കെ വരട്ടെ. എല്ലാം പറഞ്ഞല്ലോ ലൈഫിൽ എല്ലാം ഉണ്ടല്ലോ. നിങ്ങളെന്താ ഇതിന്റെ ഇടയിൽ, നിങ്ങളെന്ത് പിള്ളേര് ഈ ബാക്ക് ബെഞ്ചേഴ്സിനെ പോലെ ഇങ്ങനെ ഇരുന്ന ഇടയിൽ നിന്ന് സംസാരിക്കുന്നത്? വാട്ട് ഈസ് ദിസ് ഗൈസ്? നമ്മളിവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ അത് ഇത്ര മോട്ടിവേഷണൽ ആയിട്ട് ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അല്ലേ? മിസ്സിന്റെ മുഖത്തോട്ട് നമ്മൾ നോക്കാതെ ചോദ്യം ചോദിച്ചാലോ ഇല്ല, നമ്മള് ചോദിക്കും. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് ചോദ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ എല്ലാവരും കിട്ടേണ്ടത് എന്തായാലും കിട്ടും. കാർത്തികേ, സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, ആക്ടിങ്, അസിസ്റ്റന്റ് ഡയറക്ടർ, അങ്ങനെ ഒരുവിധം എഡിറ്റിങ്, അങ്ങനെ ഒരുവിധം എല്ലായിടത്തും കൈപതിപ്പിച്ചിട്ടുണ്ടല്ലോ. സിനിമയിൽ ഭയങ്കര ആഗ്രഹമുള്ള, ചെയ്യണം എന്ന് താല്പര്യമുള്ള വേറൊരു ഫീൽഡ് എന്താ, പരിപാടി എന്താ? ഇപ്പൊ ഈ പറഞ്ഞതല്ലാണ്ട് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കൊറിയോഗ്രാഫി ഇല്ല. അയ്യോ പ്ലീസ്. നോ 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 ഇല്ല. നിങ്ങൾ ഈ ഡാൻസ് ഒരു സ്ഥലത്ത്, അതായത് ഇപ്പൊ പറയാണ് ഒരു നല്ല ഒരു കിഡിലൻ സിനിമ, ആസ് എ ഡാൻസർ, ആസ് എ ക്ലാസിക്കൽ ഡാൻസർ, ലീഡ് റോള്, ഭയങ്കര നല്ല റോള് ചെയ്യോ? പിന്നെ ഡാൻസിന് നല്ല കോൺഫിഡൻസ് ഉണ്ടല്ലോ. 10-12 വർഷം ഡാൻസ് പഠിക്കുക, പിള്ളേരെ പഠിപ്പിക്കുക ഡാൻസറായിട്ട്, എന്നിട്ട് എന്താ പിന്നെ കൊറിയോഗ്രാഫിയിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത? തൂക്കിയല്ലോ. 10-12 വർഷം ആള് ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അത് ഭരതനാട്യം, കുച്ചിപ്പുടി. ചോദിക്കേ, ഭരതനാട്യം, കുച്ചിപ്പുടി അത് പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളിത് എങ്ങനെ തൂക്കണതൊക്കെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിശാൽ ശിവ് പ്രഭു, ആ പേര് മാറ്റണ്ടായിരുന്നു. ഇതേ അല്ലേ? ഇന്റർവ്യൂ കേറും. അത് മാറ്റണ്ടായിരുന്നു. അതെന്താ മാറ്റിയത്? നല്ല ആ പേര് കേട്ടിട്ടുണ്ടോ? ഇല്ലില്ല, ഞാനിതൊക്കെ ആദ്യമായിട്ട് എങ്ങനെ എടുക്കുന്നു അറിയോ? ജയശങ്കർ എന്നുള്ളതാണ് ശരിക്കുള്ള പേരെന്നറിയോ? അത് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യം അക്ഷയയിലാണോ ജോലി? ജയശങ്കർ എന്നുള്ളതാണ് ഒറിജിനൽ പേര്. പക്ഷെ അത് മാറ്റി വിശാൽ ശിവ് പ്രഭു എന്ന ആള് പേര് മാറ്റിയായിരുന്നു കുറച്ചു കാലം. അതും മാറ്റിയിട്ടാണ് കാർത്തിക് ശങ്കർ ആയത്. അല്ല ഒരു എത്ര നാള് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു? എത്ര നാൾ ആ ദിവസത്തിനുള്ളത് എങ്ങനെ നോക്കിയതാണ്? എന്ത് പ്രഭു ആയിരുന്നു? വിശാൽ ശിവ് പ്രഭു. പ്രഭു പേര് മാറ്റാൻ ഹേ പ്രഭു അതല്ലേ ഉദ്ദേശിച്ച? പ്രണയപർവ്വത്തിലേക്ക് പ്ലീസ്. ഇപ്പൊ എന്ത് മനസ്സിലായി? മിസ്സിനെ നോക്കാതിരുന്ന മിസ് പണിഷ് ചെയ്യും. മനസ്സിലായോ? ഇല്ല, ഇപ്പൊ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കും. രണ്ടാളുകളും, അതായത് കാർത്തിക് ആണെങ്കിലും ശ്രീകാന്ത് ആണെങ്കിലും രണ്ടുപേരും നമ്മൾ യൂഷ്വലി നമ്മുടെ പാരന്റ്സ് ആണ് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷെ നിങ്ങളുടെ പാരന്റ്സിന്, പ്രത്യേകിച്ച് അമ്മമാരെ നമ്മൾ അറിയുന്നത് നിങ്ങളിലൂടെയാണ്. അതിലിപ്പോ ശ്രീകാന്തിന്റെ അമ്മ ഈ അടുത്ത് നമ്മുടെ പരിവാർ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പ്രൊമോഷൻസിലൊക്കെ അമ്മ പറഞ്ഞു അവനാണ് എന്നെ ഇങ്ങനെ ആക്കിയതെന്ന്. അത് കേൾക്കുമ്പോൾ, അപ്പൊ ഞാനൊരു മകളാണല്ലോ, എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു അത് കേൾക്കുമ്പോൾ. അപ്പൊ നമ്മുടെ അമ്മ അത് പറയും. എങ്ങനെയുണ്ടായിരുന്നു അമ്മ? അതെ, എല്ലായിടത്തും ഭയങ്കര സന്തോഷത്തിലാണ് പറഞ്ഞിരുന്നത്. ഭയങ്കര സന്തോഷമാണ് അമ്മമാരങ്ങനെ പറയുന്നത് കേൾക്കുന്നത് തന്നെ വലിയൊരു ഇതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത് അത് കേട്ടപ്പോൾ. ഈ ഇപ്പം അമ്മയുടെ അടുത്തേ അഭിനയിക്കണം എന്ന് പറയുമ്പോ അമ്മ ആദ്യമൊന്നും നിങ്ങളുടെ ഒരു സ്കിറ്റിലും ഇതിലൊന്നും ഇല്ലായിരുന്നല്ലോ. അഭിനയിക്കണം എന്ന് പറയുമ്പോ ഇപ്പം കാർത്തികിന്റെ അമ്മയാണെങ്കിൽ അമ്മ പണ്ട് ടെലിഫിലിമിലോ അങ്ങനെ എന്തെങ്കിലും അഭിനയിച്ചിട്ടെങ്കിലും ഉണ്ട്. അമ്മയ്ക്ക് അങ്ങനെ അത്ര വലിയ ഒരു എന്താ പറയുക ഒരു ക്യാമറ ഫിയർ അങ്ങനെ ഒന്നും ഉള്ള പോലെ തോന്നിയിട്ടില്ല. പക്ഷെ അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ അമ്മ അങ്ങനെ ഇപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോലും വിളിച്ചാൽ വരുന്ന ഒരാളായിട്ട് തോന്നില്ല. അങ്ങനെയുള്ള ആളെ എന്ത് പറഞ്ഞിട്ടാ കൺവിൻസ് ചെയ്തത് ചെയ്യാൻ? ഇത് ചെയ്ത അരി മേടിക്കാൻ പറ്റും. അതിനേക്കാളും വലിയൊരു കൺവിൻസിങ് ഇല്ലല്ലോ. അല്ല സത്യത്തില് ഒന്നും പറയാനില്ല. സത്യം. ലോക്ക്ഡൌണിലാണ് തുടങ്ങിയത് എല്ലാം. അമ്മയായിട്ടുള്ള അമ്മ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാ. അമ്മയ്ക്ക് ആദ്യം അമ്മ ചെയ്തിട്ടില്ലല്ലോ. അമ്മയ്ക്ക് പ്രശ്നം നാട്ടുകാരായിരുന്നു മെയിനായിട്ട്. അതായത് നാട്ടുകാരെന്ത് പറയും ഇങ്ങനെ അഭിനയിച്ച് അങ്ങനെ ആയിരുന്നു. പിന്നെ ചെറിയ ചെറിയ പരിപാടികൾ ചെയ്ത് പിന്നെ രസമായിട്ട് വന്നു. അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുപ്പൊന്നും എടുത്തില്ല. നോർമലി അങ്ങനെ സംഭവിച്ചു പോയതാ. ഇപ്പൊ കോമഡി എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണല്ലോ. പക്ഷെ നിങ്ങൾ രണ്ടാളും ഇപ്പൊ കോമഡി ഉൾപ്പെടെ എഴുതി അത് ആളുകളെ എന്റർടൈൻ ചെയ്യുന്ന ആളുകളാണ്. ഈ എന്റർടൈൻമെന്റിന് സിൻസ് എന്റർടൈൻമെന്റ് ഇപ്പൊ എല്ലായിടത്തും ഭയങ്കര അവൈലബിൾ ആയതുകൊണ്ട് ചിരിപ്പിക്കുക എന്ന് പറയുന്ന അത്ര ഈസി ഉള്ള കാര്യമല്ല. തോന്നിയിട്ടുണ്ടോ അങ്ങനെ? അപ്പൊ അതെന്താ ചെയ്യുക? അതിന് എങ്ങനെയാ അതിന് തല വർക്ക് ചെയ്യിപ്പിക്കുന്നത് നിങ്ങള്? നിങ്ങളുടെ മറ്റേ ഗന്ധർവന്റെ ബീഫ് പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഗന്ധർവനെ പഠിച്ച് ബീഫ് കറി ഉണ്ടാക്കിയ പരിപാടി. എങ്ങനെ തല ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചോ?
സത്യമായിട്ട് ആലോചിച്ചായിരുന്നു, അതുകൊണ്ട് ചോദിച്ചാ. അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് നമ്മളങ്ങ് സംഭവിച്ചു പോകുന്നു. അങ്ങനെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും ഇല്ല. ഇങ്ങനെ ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടും, ചിലത് ഇഷ്ടപ്പെടാത്തേ ഉണ്ട്. അങ്ങനെ ചില ആൾക്കാർക്ക് വർക്കായാലും വേറെ വർക്കാവും. ചിലർക്ക് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടും. നമുക്ക് തന്നെ ചില വീഡിയോ ഇഷ്ടപ്പെടാതെ പോകുമല്ലോ ചെയ്ത് കഴിഞ്ഞ് എഡിറ്റ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ. അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെയൊക്കെ ഞാൻ ശരിക്കും വർക്കാവുമെന്ന് വിചാരിക്കുന്നൊന്നും ചിലത് വർക്കാവാത്തുമില്ല. അതാണ് സംഭവിക്കുന്നത് സത്യത്തിൽ. ഇപ്പൊ ഒരു 5 വർഷത്തെ യൂട്യൂബ് സത്യം ജീവിതത്തിൽ പറഞ്ഞാൽ ഈ ബീഫിന്റെ സാധനം ഇല്ലേ, അത് ഞാൻ നേരത്തെ ഒന്ന് ചെയ്തായിരുന്നു ആണോ പണ്ട്. പക്ഷെ അതന്ന് വർക്കായില്ല ആ വീഡിയോ. അത് പിന്നെ ചെയ്തപ്പോ അത് പിന്നെ ഗന്ധർവനെ വെച്ച് തന്നെ ഗന്ധർവനെ വെച്ച് തന്നെ അന്നത് വർക്കായില്ലായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ഒരു ഗന്ധർവന്റെ അത് ചെറിയൊരു പോർഷൻ ആയിരുന്നു. അത് വേറെ ആള് കറി വെക്കുന്നതായിട്ടായിരുന്നു. നമ്മുടെ ഫിറോസൊക്കെ കറി വെക്കുന്നതായിട്ടായിരുന്നു. മനസ്സിലായി. മയിലിനെ കറി വെക്കുന്ന ഗന്ധർവനെ മയിലാക്കിയിട്ട് അത് അന്ന് പക്ഷെ വർക്കായില്ല വീഡിയോ. അത് വേറെ ഒരു ഗന്ധർവൻ സ്പൂഫ് ചെയ്തപ്പോ അതേ ക്ലൈമാക്സ് ഇങ്ങോട്ട് മാറ്റി വെച്ച് അത് ചെയ്തപ്പോ അത് വർക്കായി. അമ്പടെ ചിഞ്ചിനാക്കടി അങ്ങനെ ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ടല്ലേ. പലതും അങ്ങനെ പല സാധനങ്ങളും ഉണ്ട്. ഇപ്പൊ ഈ കുറെ കാലമായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കമന്റുകളായിട്ട് തന്നെ അപ്പപ്പോ റിവ്യൂസ് അറിയായിരിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങളെ നമുക്ക് നേരിട്ട് ഒരുപാട് കാലമായിട്ട് കണ്ടുപരിചയമുള്ള ആൾക്കാരെ പോലെയാണല്ലോ, നമുക്കൊരു അപരിചിതത്വം ഇല്ല. ആളുകൾ നേരിട്ട് കാണുമ്പോഴേ അമ്മയും ശ്രീകാന്തിനോടൊക്കെ റിവ്യൂസ് പറയുമല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുള്ളതിൽ നിങ്ങൾക്ക് ഭയങ്കര പേഴ്സണൽ ആയിട്ട് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയൂ. നമ്മുടെ റൈറ്റർ ഉണ്ട് ശ്യാം പുഷ്കരൻ, പുള്ളിയുടെ ഭയങ്കര ഫാനാണ് ഞാൻ. അപ്പൊ പുള്ളി ഒരു ദിവസം ഞാൻ കണ്ടപ്പോ ഇങ്ങനെ നമ്മുടെ വീഡിയോയിൽ ഒരു ഡയലോഗ് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര, കാരണം നമ്മളൊക്കെ പുള്ളിയുടെ ഡയലോഗുകൾ ഇങ്ങനെ പറയാറുണ്ട്. അപ്പം നമ്മൾ എഴുതിയ ഒരു സാധനം പുള്ളി ഇങ്ങോട്ട് പറഞ്ഞപ്പോ അത് ഭയങ്കര സന്തോഷമായിട്ടുള്ള തോന്നി. പുള്ളി ഒരു സാധനം ഇങ്ങനെ കമന്റ് ഇട്ടായിരുന്നു. ആ കമന്റ് ഞാൻ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ? ഇല്ലേ? അതിൽ ഏതെങ്കിലും സെലിബ്രിറ്റീസ് ഫോളോ ചെയ്തിട്ട് ഈ പുള്ളിയൊക്കെ ഫോളോ ചെയ്യണ്ടോ എന്നു തോന്നിയിട്ടുണ്ടോ? അത് അത്ഭുതപ്പെട്ട ഉണ്ട്. അത് ഞാൻ പറയാലോ. ഇപ്പം നമ്മൾ ഈ ഓടും കുതിര ചാടും കുതിരയിൽ അഭിനയിച്ചായിരുന്നു. അപ്പം അത് ഈ ഫഗത് സാർ ഉണ്ടല്ലോ, അപ്പൊ പുള്ളിയുടെ ഭയങ്കര ഫാനാണ് ഞാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളിക്ക് എന്നെ അറിഞ്ഞുകൂടായിരിക്കും. അപ്പൊ ഷൂട്ട് തുടങ്ങിയപ്പോ ഞാൻ കുറച്ചിങ്ങ് മാറി നിൽക്കുമായിരുന്നു കോസ്റ്റ്യൂം ഒക്കെ ഇട്ട്. അപ്പൊ എനിക്ക് അടുത്തതേ ഉള്ളൂ. അപ്പൊ ഞാൻ പുള്ളിയെ കാണാമല്ലോ എന്ന് വെച്ചിട്ട് അവിടെ ഇങ്ങനെ പോയി നിൽക്കുമായിരുന്നു. അപ്പൊ പുള്ളി വന്നിട്ട് റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണ് പുള്ളി വന്നത്. പുള്ളി വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി. അപ്പൊ അതിനിങ്ങനെ കൈ കാണിച്ചു പുള്ളി. അപ്പൊ ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് പുറകോട്ട് നോക്കി, ആരാന്ന് നിങ്ങളെ തന്നെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, അപ്പൊ കുറെ ആളുകളുണ്ട് ചുറ്റിനും. അപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ച് ആരും കാണാതെ. അപ്പൊ ഇനി എന്നെ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ. അപ്പൊ പുള്ളി വന്നു, എന്നെ കെട്ടിപ്പിടിച്ചു, എന്നിട്ട് സംസാരിച്ചു. വീഡിയോസ് കാണാറുണ്ട്, വീട്ടിലെല്ലാരും കാണണമെന്ന് പറയുമ്പോ അത് ഭയങ്കര ഒരു സന്തോഷം തോന്നി. പുള്ളി ഒന്നും ഒരിക്കലും അത് കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല മാം, നിങ്ങളൊരു ഭീകര എന്റർടൈനർ ആണ്. അതെ സന്തോഷമുണ്ട്. ബാക്കിയെല്ലാം സന്തോഷമാണ്. എന്നാലും നമ്മളിങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവര് വരുമ്പോ അങ്ങനെ അതുപോലെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. റിയൽ ലൈഫിലും വിട്ടിയാർജി അത്യാവശ്യം എന്റർടൈനിങ് ആണ്. നമുക്ക് സമയം ചെലവഴിക്കാനൊക്കെ തോന്നുന്നു. ഞങ്ങള് അന്നാ ഈ ഇതിന്റെ സമയത്ത് ഒന്നിച്ചായിരുന്നല്ലോ കുറെ ദിവസം, 10, 15, 20 ദിവസത്തോളം ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. താങ്കൾ എന്താ എന്നിട്ടൊന്നും മിണ്ടാത്തത്? വീഡിയോയിൽ കാണുന്ന ആളേ അല്ലല്ലോ. ഞാൻ ആ ലിഫ്റ്റ് വന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് അതെന്താ. അപ്പൊ എന്റെ അടുത്ത് വേറെ ആങ്കർ പറഞ്ഞു, കാർത്തികേട്ട സംസാരിക്കില്ല കേട്ടോ. സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇത് പറയാം, കമ്പനി ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സംസാരിക്കും. ആംബിവേർട്ട് അല്ലേ? ആംബിവേർട്ട് ഞാൻ ചെറിയ ഇതാണല്ലോ, എനിക്കും അങ്ങനെ ഉണ്ട് ചില സദസ്സുകളില്. എന്താ പറയാ, എന്താണ് ആംബിവേർട്ട്? അറിയാം സംഭവം, എനിക്കറിയാം. അവിടെ ചോദിക്കും. അതായത് എനിക്ക് ഇപ്പൊ വേറൊരു ഇന്റർവ്യൂവിൽ എനിക്ക് ചിലപ്പോൾ ഇതുപോലെ പെട്ടെന്ന് എന്റെ പ്രശ്നമാണ്, പെട്ടെന്ന് എന്റെ മൂഡ് ചേഞ്ച് ആവും. അവര് ആ വെളിയിൽ നിന്ന് വരുന്ന ചിലരോട് എനിക്ക് സംസാരിക്കാൻ പറ്റണമെന്നില്ല, ചിലരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അത് എപ്പോഴാവുന്നെന്ന് പറയാനും പറ്റില്ല, പെട്ടെന്ന് മൂഡ് ചേഞ്ച് ആവും. എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവില്ല. ചില സദസ്സുകൾ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും. ഈ ആംബിവേർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്ട്രോവേർട്ടിന്റെ ഇന്റർവേർട്ടിന്റെ ഒരു നടുക്കുള്ള സാധനം ഉണ്ടല്ലോ, അതിനാണ് ആംബിവേർട്ട് എന്ന് പറയുന്നത്. അതല്ല, അറിയില്ല ആംബിവേർട്ട് എന്താ? ദേവിയേ
നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള അടുത്ത് മാത്രം നമ്മൾ ഒരുപാട് എക്സ്ട്രോവേർട്ട് ആയിട്ട് നന്നായിട്ട് സംസാരിക്കും, അല്ലാത്തവരുടെ അടുത്ത് കുറച്ച് പിൻവലിഞ്ഞ് നിൽക്കും. അങ്ങനെയുള്ളവരെ പറയുന്നതാണ് ഈ ആംബിവേർട്ട് എന്ന്. അയ്യോ, ഞാൻ വിചാരിച്ചത് ഭയങ്കര കോമൺ വേർഡ്. അത് അമ്പി അങ്ങനല്ലേ വന്നത്? ഇഷ്ടമുള്ളവരോട് മാത്രമല്ല സംസാരിക്കും. അമ്പി വയ്യാണ്ടായിട്ടോ. ഇത് പറ, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ താങ്കളോട് ഉണ്ടായിരുന്നു. 10 years ഓഫ് യൂട്യൂബ്, അല്ലെങ്കിൽ മോർ ദാൻ 10 years അല്ലെ, 10 വർഷത്തിൽ കൂടുതലായിട്ട്. ഇതിന്റെ ഇടയിൽ നമ്മൾ തന്നെ കോണ്ടന്റ് ഉണ്ടാക്കി നമ്മളത് ക്രിയേറ്റ് ചെയ്ത് പബ്ലിക്കിലേക്ക് കൊടുക്കുമ്പോൾ ഓഫ് കോഴ്സ് കമന്റുകളായിട്ട് വരുമല്ലോ. അതല്ലാണ്ട് പേഴ്സണലി വന്ന ആളുകൾ പറയുമല്ലോ, അത് കാർത്തികിനോടായിക്കോട്ടെ അമ്മയോടായിക്കോട്ടെ, അങ്ങനെ പറഞ്ഞതിൽ ഈ പറഞ്ഞതുപോലെ ഭയങ്കര പേഴ്സണൽ ആയിട്ട് ഓർത്തിരിക്കുന്ന ഒരുപാടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്ക്ഡൌൺ സമയത്തായിരുന്നല്ലോ നമ്മുടെ അമ്മയായിട്ടുള്ള വീഡിയോസ് കൂടുതലും റീച്ച് ആയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് അത് അത്രയും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഒരു സാധാരണ നമ്മൾ ചെയ്യുന്നൊരു ഹ്യൂമർ വീഡിയോ ചെയ്തു, അങ്ങനെ പോയി. പക്ഷേ എവിടെ ചെന്നാലും ഫാമിലി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ആ സമയത്ത് അവരത്രയും, കാരണം ഇനി ജോലിക്ക് പോകാൻ പറ്റൂ അല്ലെ അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ നമ്മുടെ വീഡിയോ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുള്ള രീതിയിൽ ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മളോട് വന്ന് പറയുന്നത്, ഇപ്പോൾ അത് നല്ലതായിട്ട് എനിക്ക് എപ്പോഴും ഓർത്ത് വെക്കുന്നത്. ഇപ്പോൾ എവിടെ പോയാലും നമ്മൾ ചിന്തിക്കും, ഇവർക്കൊക്കെ നമ്മളെ എങ്ങനെ മനസ്സിലായി, നമുക്ക് എന്നെ എങ്ങനെ അറിയാം എന്നൊക്കെ വിചാരിക്കും. യൂട്യൂബൊക്കെ കാണുന്ന ആളാണോ ചിലപ്പോൾ ചിന്തിക്കും, അങ്ങനെ ഒരു ഏജ് ഒക്കെ വെച്ചിട്ട്. പക്ഷെ അവരൊക്കെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്തിട്ട് സംസാരിക്കുക, അമ്മയെ പറ്റി ചോദിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യം. അത് ശരിയാട്ടോ. നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, മൊത്തം കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് നമുക്ക് പറയാനുള്ള ലോക്ക്ഡൌൺ കാലഘട്ടം ഉണ്ടല്ലോ, കോവിഡ് കാലഘട്ടം, അതിങ്ങോട്ട് തരണം ചെയ്തു പോരാൻ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരെ സഹായിച്ചത് നിങ്ങളാണ്. നമുക്കും ഭയങ്കര പ്രശ്നമാണല്ലോ, ഇനിയിപ്പോ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഫുൾ വീട്ടിലായി പോയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മളും ഇത് ഇങ്ങനെ മാനേജ് ചെയ്തത്. കാരണം രാവിലെ എന്തെങ്കിലും ചെയ്യുക, അങ്ങനെ അല്ല വേറെ എങ്ങും പോകാൻ പറ്റില്ലല്ലോ. മനസ്സിലായി. ഓക്കെ, ഇനി ബാക്ക് ടു ഒരു വടക്കൻ പ്രണയപർവ്വം. തിരിച്ചു വരുമ്പോ നിങ്ങൾ ഇപ്പൊ നമ്മളിരുന്ന് ഈ സംസാരിക്കുമ്പോൾ ഒരു വൈബിന്ന് എനിക്ക് ഏറെക്കുറെ ഷൂട്ടിന്റെ സമയത്ത് എന്തായിരുന്നു സിറ്റുവേഷൻ എന്ന് ചോദിക്കാം. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു ഇവന്റ് ബിഹൈൻഡ് ദ ക്യാമറ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയോ? സമയത്ത് ഞാൻ കോളേജിൽ പോയിട്ടില്ലായിരുന്നു. ഞാൻ +2 കഴിഞ്ഞ് വേറൊരു ടെക്നിക്കൽ കോഴ്സ് പഠിച്ചിട്ട് പിന്നെ അതെ. അപ്പൊ ഞാൻ കോളേജ് ഭയങ്കര രസമായിട്ട്, ഞാൻ കോളേജിൽ പോയിട്ടില്ലല്ലോ. അപ്പൊ അത് ശരിക്കും എന്റെ കോളേജ് ലൈഫായിരുന്നു ഇത്. ഈ സിനിമയുടെ ഷൂട്ടിന്റെ ദിവസം മുഴുവൻ താങ്കൾക്ക് കോളേജ് ആയിരുന്നു. കോളേജ് അപ്പൊ പിന്നെ നല്ല രസമായിട്ട് വായ നോക്കാൻ നല്ല രസമായിട്ട് കുറെ ആൾക്കാരുണ്ടായിരുന്നു. പ്രണയിക്കുന്ന കുട്ടി അല്ല, അതല്ലാന്ന് അങ്ങനെയല്ലാന്ന്, കുറെ ആൾക്കാര് പുതിയ ആൾക്കാർ സെലക്ട് ചെയ്തിട്ട് ഓഡിഷൻ കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ പൂജ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഞങ്ങള് ദേവിക, അഞ്ജന, ഞങ്ങള് കുറെ പേര് ഒരുമിച്ച് താമസിക്കുന്നത്, ഒരേ വണ്ടിയിലാണ് പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. അപ്പം അത് നല്ലൊരു വൈകുന്നേരം സംസാരിച്ചിരിക്കുന്നത്, അങ്ങനെ വൈകിട്ട് അൽഫാം കഴിക്കാൻ പോകും. ഈ പുള്ളി ചെസ്റ്റ് പീസ് മാത്രമേ കഴിക്കൂ. ഈ പുള്ളി ഭയങ്കര സത്യമായിട്ട് അല്ലേ? അതെ, ചെസ്റ്റ് പീസ് മാത്രമേ കഴിക്കൂ. അതൊരു അത്ഭുതമായിരുന്നു. അത് വേണ്ടി ഇങ്ങനെ പറയും, വെയിറ്റ് ചെയ്യും 1 മണിക്കൂറൊക്കെ ചെസ്റ്റ് പീസ് പ്രശ്നം ഉണ്ടാക്കി ഹോട്ടലിൽ 2 ചെസ്റ്റ് പീസ് കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട്. ഞാൻ തമാശ പറയല്ലേ, കാര്യമായിട്ട് അല്ലേ? അങ്ങനെയൊക്കെ രസമായിരുന്നു. അത് അവര് പറഞ്ഞു, ഞാൻ പറഞ്ഞു 2 പീസ് വേണം. അപ്പൊ അവര് പറഞ്ഞു 1 ചെസ്റ്റ് പീസ് ഒരാൾക്ക് കൊടുക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം, ഇത് ഞാൻ പുറത്തൊരു ഒന്നുകൂടെ വരും, ഞാൻ ഒരു ചെസ്റ്റ് പീസ് ഓർഡർ ചെയ്യും. ഇദ്ദേഹം വേറൊരാളല്ലേ? അപ്പൊ ഞാൻ വേറൊരാളല്ലേ? അപ്പൊ ഇത് തുടക്കത്തിൽ എന്നോട് പറഞ്ഞത് മാത്രല്ല, താങ്കളുടെ ജീവിതത്തിൽ ഇത് ഈ ചളിവാരി എറിയുന്നത് സ്ഥിരമാണ് അല്ലേ? വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ കഞ്ഞിയൊന്നും കുടിക്കൂല. അപ്പൊ അത് ചെസ്റ്റ് പീസ് മാത്രമേ കഴിക്കൂ. ഇദ്ദേഹത്തെ പറ്റി അല്ല, ആ സമയത്ത് ആദ്യം തന്നെ ഡ്രസ് ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്തില്ല. ഇനിയിപ്പം വെയിറ്റ് കൂടിയാൽ ഇടാൻ പറ്റില്ല. അപ്പൊ ഞാൻ വെയിറ്റ് കുറച്ചോളാം പറഞ്ഞു. കാലത്ത് റൂമിൽ പോയി തട്ടി കഴിഞ്ഞാൽ നമ്മളെടുത്ത് അടിക്കണ്ടോ, നീ ഓക്കെ അല്ലേ, നീ അടിച്ചിട്ടില്ലേ, നീ ജിമ്മിന് പോകണില്ലേ? കാലത്ത് ഫുള്ളായിട്ട് തന്നെ പരിപാടിയാണ്. പിന്നെ അന്ന് നല്ല ചൂടും ഉണ്ടായിരുന്നില്ലേ ആ ഷൂട്ട് സമയത്ത്? ആ ചൂട് കൂടിയിരുന്ന സമയത്തുമായിരുന്നു ഷൂട്ട്. അങ്ങനെ അത് അങ്ങോട്ട് കഴിഞ്ഞു. ഇപ്പൊ സിനിമ നിങ്ങൾ ആരെങ്കിലും ഇതിന്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് എല്ലാം കഴിഞ്ഞ് കണ്ടോ? സിനിമ ഞാൻ കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടില്ല. ഞങ്ങളൊപ്പേ കാണുള്ളൂ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട്. ഓക്കെ, ഫൈനലി ഒരു ഷോട്ടില് ജഗദീഷ് ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു, അമ്മയെ ഷൂട്ട് ചെയ്യാനായിട്ട് അമ്മയുടെ ഓരോ ഷോട്ടിനും വന്ന് നിൽക്കുമ്പോൾ ശ്രീകാന്ത് വന്ന് പുറത്ത് നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമായിരുന്നു. ഈ പ്രസവവാർഡിന്റെ പുറത്ത് പയ്യന്മാര് വന്ന് നിൽക്കണ പോലെയാണ് ശ്രീകാന്ത്. ഞാൻ ചുണ്ടനക്കൊന്നൊക്കെ ആൾക്കാർ പറയും, അമ്മ ഇങ്ങനെ അഭിനയിക്കൂ, ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന്. പക്ഷെ എനിക്കത് ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട്. അമ്മ അഭിനയിക്കുമ്പോ എനിക്ക് അമ്മ നന്നാക്കണോന്നുള്ളേ അങ്ങനെ ഒരു ഇതുണ്ട്. എല്ലാ പടത്തിലും ഞാൻ പോകാറുണ്ട്. ഇപ്പൊ ആലപ്പുഴ ജിംഖാനയിൽ അമ്മ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ അഭിനയിക്കുന്ന കാണുമ്പോൾ എനിക്ക് ടെൻഷനാ.
അയ്യോ നന്നാക്കണമല്ലോ അമ്മ. ഞാൻ അഭിനയിക്കുന്നതിനേക്കാളും കൂടുതൽ ടെൻഷനാണ്. പിന്നെ ഇപ്പൊ എന്റെ അമ്മയുടെ കാര്യമായാലും അമ്മ നമ്മുടെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ ഒരു കംഫർട്ടബിൾ മോനാണല്ലോ അങ്ങനെയൊക്കെ ഒരു ഫീൽ കാണും. പുറത്ത് ഇപ്പൊ അമ്മയ്ക്ക് പൊതുവെ അങ്ങനത്തെ പ്രശ്നമില്ല, കുറച്ച് ആയല്ലോ. അമ്മയ്ക്ക് പിന്നെ ഇഷ്ടമല്ല ലൊക്കേഷനിലൊക്കെ പോവാ, ഒത്തിരി ആളുകളോടൊക്കെ സംസാരിക്കണം അമ്മയ്ക്ക്. അതിപ്പോ ലൊക്കേഷനിൽ പോകുമ്പോൾ ഒരുപാട് പേരെ കിട്ടുമല്ലോ, അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. അമ്മ സന്തോഷമായിട്ടിരിക്കുന്നു, അതില് വലിയ സന്തോഷം. അതെ അതെ, അമ്മ സന്തോഷമായിട്ടിരിക്കുമ്പോ അത് കാണുന്ന ഞങ്ങൾക്ക് സന്തോഷമാണല്ലോ. ഭയങ്കര സന്തോഷത്തിൽ ജീവിക്കുന്നത്, സത്യം. ഈ ഒരു പ്രായത്തിൽ അതൊക്കെ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് നടക്കുന്നത് സന്തോഷം. നടക്കട്ടെ, അമ്മയ്ക്കും മോനും ഒക്കെ നിറച്ച് സിനിമകൾ ഇട്ടട്ടെ. അപ്പൊ ഫൈനലി നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ഇൻ ആൻഡ് ഔട്ട് ക്യാമ്പസ് മൂവിയാണ്. ഒരുപാട് യങ്സ്റ്റേഴ്സ്, പുതിയ ഒരുപാട് ആളുകളും ഉണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സിന്റെ സിനിമയാണ്. കാണാനിരിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? കാണാതെ പോരുത്, എന്താണ് പറയാനുള്ളത്? സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവര് കാണാതെ പോയാൽ നമ്മൾ ഇത്രയും ചെയ്തൊക്കെ വെറുതെ മാക്സിമം എല്ലാവരോടും. പിന്നെ വിജയ് ചേട്ടനും ഋഷി ഡയറക്ട് ചെയ്ത് അവരുടെ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും അത് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. അവർ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട് ഇതില്. അപ്പൊ എല്ലാവരും ഇത് കാണണമെന്നുള്ളതാണ്, കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് ന്യൂ ഫേസസ് ഉണ്ട്, ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്. അപ്പൊ കോളേജ് ആകുമ്പോൾ തന്നെ അറിയാലോ, കോളേജ് കൺസെപ്റ്റ് ആകുമ്പോൾ കോളേജ് പോലെ തന്നെ ആളുകളുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നം പോലെ ഈ സിനിമ ഒരു വമ്പൻ ഹിറ്റായി മാറട്ടെ. ബാക്കി ഞങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ട് പറയുന്നതായിരിക്കും. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.